Hello all, Reshma here. Welcome back to my YouTube channel. We are Art Harmony. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേഷ്മ വരുൺ. ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് അക്രിലിക് ലാൻഡ്സ്കേപ്പിംഗ് പെയിൻറ്റിങ്ങിൻ്റെ പാർട്ട് 2 ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേ അക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ പാർട്ട് 1 ബേസ് കളേഴ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് വരയ്ക്കാൻ പോകുന്നത് സ്കൈ ഡീറ്റെയിലിംഗ് ചെയ്യാൻ പോവുകയാണ്. അപ്പം കുറച്ച് ക്ലൗഡ്സൊക്കെ ഉള്ള ഒരു സ്കൈ എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലിങ്കും കൂടി ഞാനിവിടെ കൊടുക്കാം. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് ടൈറ്റാനിയം വൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ക്ലൗഡ്സിൻ്റെ പോർഷൻ ഡീറ്റെയിലിംഗ് ചെയ്യാം. കൈയുടെ പോർഷനെ കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനിനി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് കേൾക്കുന്നത് നിങ്ങൾക്കും കുറച്ച് ബോറായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ പെയിൻറ്റിങ്ങിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ ഫസ്റ്റ് ടൈറ്റാനിയം വൈറ്റ് അപ്ലൈ ചെയ്തു. അതിനുശേഷം വേറൊരു ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് കളർ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിക്കുകയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു റിയലിസ്റ്റിക് ഫീലിംഗ് തോന്നുള്ളൂ. ഇനി നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യാൻ പോകുന്നത് മൗണ്ടൻ പോർഷനാണ്. അതിന് വേണ്ടിയിട്ട് സെർലിയൻ ബ്ലൂവും പ്രഷ്യൻ ബ്ലൂവും ടൈറ്റാനിയം വൈറ്റും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇന്നത്തെ പെയിൻറ്റിങ്ങിൽ മൗണ്ടൻ്റെ റൈറ്റ് പോർഷനിൽ നിന്നും ലൈറ്റ് വരുന്ന രീതിയിലാണ് ഞാനിവിടെ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മൗണ്ടൻ്റെ റൈറ്റ് പോർഷനിൽ കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡ്സും എന്നാൽ ലെഫ്റ്റ് പോർഷനിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡുമാണ് കൊടുക്കുന്നത്. അക്രിലിക് പെയിൻറ്റിങ്ങിൽ മൗണ്ടൻ പോർഷനൊക്കെ പെയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നൈഫ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വളരെ വേഗത്തിൽ നല്ല രീതിയിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇന്നത്തെ പെയിൻറ്റിങ്ങിൽ ഞാൻ ബ്രഷ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, നൈഫ് യൂസ് ചെയ്തിട്ടില്ല. ബ്രഷ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഒരു ലാൻഡ്സ്കേപ്പിംഗ് പെയിൻറ്റിങ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അക്രിലിക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സെക്കൻഡ് പാർട്ട് ചെയ്യാനാണ് കൂടുതൽ ടൈം ആവശ്യമായിട്ട് വരുന്നത്. വളരെ സമയമെടുത്ത് പയ്യെ ഓരോരോ പോർഷനും ഡീറ്റെയിലിംഗ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഒരിക്കലും ധൃതി പിടിച്ച് വരയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാൽ ഫസ്റ്റ് പാർട്ട് ചെയ്യുമ്പോൾ, അതായത് ബേസ് കളേഴ്സ് കൊടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കളേഴ്സ് ബ്ലെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അക്രിലിക് പെയിൻറ്റ് പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു നേച്ചറാണുള്ളത്. അതുകൊണ്ട് തന്നെ ബേസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് അക്രിലിക് പെയിൻറ്റിങ്ങിൻ്റെ പാർട്ട് 1 ബേസ് കളേഴ്സ് അപ്ലൈ ചെയ്യുന്ന കേസിൽ പെട്ടെന്ന് തന്നെ അത് കളർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും വേണം. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാനിവിടെ ഹില്ലിൻ്റെ പോർഷൻ, അതായത് ആ ഒരു സെക്കൻഡ് മൗണ്ടെയിൻ ചെയ്യുന്ന കേസിൽ ഞാനിവിടെ പ്രഷ്യൻ ബ്ലൂവിൻ്റെ കൂടെ ബേൺ നമ്പർ കളറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ കളേഴ്സാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ ബ്ലെൻഡ് ചെയ്യിപ്പിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ പെയിൻറ്റിങ്സ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾ അക്രിലിക് പെയിൻറ്റിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയുള്ള പെയിൻറ്റിങ്ങുകളൊക്കെ ചെയ്ത് പഠിക്കുക. നമുക്കൊരിക്കലും ഒരു പെയിൻറ്റിങ് കണ്ടു പഠിക്കാനായിട്ട് സാധിക്കില്ല. അത് കണ്ടതിന് ശേഷം നമ്മളത് വരച്ച് നോക്കിയെങ്കിൽ മാത്രമേ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനും പഠിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു മൗണ്ടൻ്റെ ബോട്ടം പോർഷനിൽ കുറച്ചൊരു മഞ്ഞ് മൂടിയ ഇഫക്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് പെയിൻറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പെയിൻറ്റ് ബ്ലെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് റൗണ്ടായിട്ട് ബ്രഷ് മൂവ് ചെയ്യിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പെയിൻറ്റിനെ ബ്ലെൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും.
ഇനി ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത് സെർലിയൻ ബ്ലൂവും വൈറ്റും അതുപോലെ ബേൺ അംബർ കളറും കൂടി വളരെ ചെറിയൊരു ഇൻറ്റൻസിറ്റിയിൽ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ നമ്മളൊരു ഫോട്ടോഗ്രാഫ് നോക്കുകയാണെങ്കിലും നമുക്ക് ദൂരെയുള്ള വസ്തുക്കളെ അത്ര ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇഫക്റ്റ് ആ ഒരു പെയിൻറ്റിങ്ങിനും ആ ഒരു ഡെപ്ത് തോന്നിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മൗണ്ടൻ്റെ ബോട്ടം പോർഷനിൽ കുറച്ച് ലൈറ്റായിട്ടുള്ള ഡള്ളായിട്ടുള്ള കളേഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് മൗണ്ടൻ പോർഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുള്ള പെയിൻ്റൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ള ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് മൗണ്ടൻ്റെ ബോട്ടം പോർഷനിൽ വളരെ ചെറിയ എമൗണ്ടിൽ സെർലിയൻ ബ്ലൂവും ടൈറ്റാനിയം വൈറ്റും കൂടിയിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ടത് ഗ്രീൻ പോർഷനാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളറും അതിൻ്റെ കൂടെ പ്രഷ്യൻ ബ്ലൂ കളറും കൂടി മിക്സ് ചെയ്താണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു ഡ്രൈ ആയിട്ടുള്ള ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പെയിൻറ്റ് ബ്രഷിൽ ലോഡ് ചെയ്തിട്ട് കുത്തി കുത്തി കൊടുത്താണ് ഡീറ്റെയിലിംഗ് ചെയ്യേണ്ടത്. അടുത്തതായി നമുക്ക് ഡീറ്റെയിലിംഗ് ചെയ്യേണ്ടത് വാട്ടർ ബോഡിയുടെ അങ്ങേ കരയാണ്. അതിന് വേണ്ടിയിട്ട് യെല്ലോ ഓക്കർ കളറും വൈറ്റ് കളറും അതിൻ്റെ കൂട്ടത്തിൽ വളരെ ചെറിയ എമൗണ്ടിൽ ബ്രൗൺ കളറും കൂടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം പെയിൻറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഞാൻ മുന്നേ മെൻഷൻ ചെയ്തതുപോലെ നമുക്ക് ദൂരെയുള്ള വസ്തുക്കളെ ഒരുപാട് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പോർഷൻസ് വരയ്ക്കുമ്പം കുറച്ച് ഡള്ളായിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോയും കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഞാൻ ഒട്ടും സ്പീഡാക്കിയിട്ടില്ല വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പെയിൻറ്റ് മിക്സ് ചെയ്യേണ്ടതെന്നും അതുപോലെ അപ്ലൈ ചെയ്യേണ്ടതെന്നും ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിയൽ ടൈം തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അക്രിലിക് പെയിൻറ്റിങ്ങിൽ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അല്ല നിങ്ങളൊരു ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണാം, അതുകൊണ്ട് കുഴപ്പമില്ല. അത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ റിയൽ ടൈമിൽ വീഡിയോ സെറ്റ് ചെയ്തതിനുള്ള പ്രധാന കാരണം പെയിൻറ്റ് മിക്സ് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ള രീതിയിലാണ്. കുറേ പേര് മുന്നത്തേക്ക് വീഡിയോ കണ്ടിട്ട് കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോയുടെ എന്താ പറയുക സ്പീഡ് ഒന്ന് കുറച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ, ഞങ്ങൾക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യുന്നതും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സ്പീഡ് ഒട്ടും തന്നെ കൂട്ടാണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുന്നേ അപ്ലൈ ചെയ്ത ഗ്രീൻ കളറും ബ്ലൂ കളറും തമ്മിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കൂടി കുറച്ചുകൂടി ഡാർക്കർ ഷെയ്ഡ് അതിന് വേണ്ടിയിട്ട് പ്രഷ്യൻ ബ്ലൂവിൻ്റെ കൂടെ കുറച്ച് ബേൺ അംബർ കളറും കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം. നമുക്ക് പ്രഷ്യൻ ബ്ലൂവിൻ്റെ കൂടെ കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്ത് മുന്നേ അപ്ലൈ ചെയ്ത ആ ഒരു ഗ്രീൻ കളറിൻ്റെ മുകളിലൊന്ന് പെയിൻറ്റ് ചെയ്യാം. അതിനുശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്ത് പെയിൻറ്റ് നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്യിപ്പിച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി വൈറ്റ് പെയിൻറ്റ് ഇൻറ്റൻസിറ്റി കൂട്ടി നമുക്ക് മുന്നേ പറഞ്ഞതുപോലെ റൗണ്ട് മോഷനിൽ ബ്ലെൻഡ് ചെയ്യിപ്പിച്ച് ചേർക്കാം.
ഇനി നമുക്ക് ഡീറ്റെയിലിംഗ് ചെയ്യേണ്ടത് പാറക്കെട്ടിന് മുകളിലുള്ള ആ ഒരു ഗ്രീൻ പോർഷനാണ്. അതിന് വേണ്ടിയിട്ട് സാബ് ഗ്രീൻ കളറും ഫ്രഷൻ ബ്ലൂ കളറും യെല്ലോ കളറും അതിൻ്റെ കൂടെ ബേൺ അംബർ കളറും ബെൻസീന കളറുമാണ് വേണ്ടത്. അപ്പം പെയിൻറ്റ് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നും അപ്ലൈ ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാം. മുന്നേ പറഞ്ഞതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിതിന് കുത്തി കുത്തി കൊടുത്തിട്ടാണ് ഇലയുടെ പോർഷൻ വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ബേസ് പോർഷൻ നമ്മൾ കുറച്ച് ഡാർക്കറായിട്ടുള്ള ഷെയ്ഡാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിലിംഗ് പോർഷനിൽ അതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്ററായിട്ടുള്ള ഷെയ്ഡ് വെച്ച് വേണം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ചില പോർഷനിൽ ഞാൻ ഗ്രീനും യെല്ലോ കളറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എന്നാൽ ചില പോർഷനിൽ ബ്ലൂവും കൂടിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇലയുടെ ആ ഒരു തിക്നെസ് നമുക്ക് തോന്നുന്നതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഡാർക്ക് കളറും കൂട്ടി മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി ലൈറ്ററായിട്ടുള്ള ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറും യെല്ലോ കളറും കൂടി മിക്സ് ചെയ്താണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് വൈറ്റ് കളറും യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഫിനിഷിംഗ് ഡീറ്റെയിലിംഗ് കൂടി ചെയ്യാം. അങ്ങനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള ലീഫിൻ്റെ ഏരിയ ഏകദേശം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ഇലകൾക്കിടയിലൂടെ കാണപ്പെടുന്ന മരത്തിൻ്റെ പോർഷനാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രൗൺ കളർ, അതായത് ബെൻസീന കളറും വൈറ്റ് കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ബോട്ടം പോർഷനിലേക്ക് വരാം. പാറക്കെട്ടുകൾക്ക് മുകളിലുള്ള ഗ്രീൻ പോർഷൻ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗ്രീൻ കളേഴ്സ് കുത്തി കുത്തി അപ്ലൈ ചെയ്യാം. അപ്പോൾ പെയിൻറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ഞാൻ മുന്നേ മെൻഷൻ ചെയ്തതുപോലെ ഫസ്റ്റ് നമ്മൾ ഗ്രീൻ കളർ ഒന്ന് കുത്തി കുത്തി കൊടുക്കുന്നു. അതിനുശേഷം വൈറ്റ് കളറും കൂടി മിക്സ് ചെയ്തിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നു. ഇനി നമുക്ക് റൈറ്റ് പോർഷനും ഇതേപോലെ ഡീറ്റെയിലിംഗ് ചെയ്യാം.
നമുക്ക് റോക്കിൻ്റെ പോർഷനാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ബെൻസീന കളറും ബേൺ നമ്പർ കളറും അതുപോലെ വൈറ്റ് കളറും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റ് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കൂടി കാണാം. ഇനി നമുക്ക് പാറക്കെട്ടിന് താഴെയുള്ള പോർഷനാണ് വരയ്ക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് യെല്ലോ ഓക്കർ കളറും വൈറ്റ് കളറും ബെൻസീന കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ മുന്നേ മെൻഷൻ ചെയ്തതുപോലെ ബോട്ടം പോർഷൻ നമ്മുടെ കണ്ണിന് നേരെ കാണുന്ന പോർഷനാണ്, അതായത് കണ്ണിനടുത്ത് കാണുന്ന പോർഷനാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് റൈറ്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ മുന്നേ അപ്ലൈ ചെയ്ത പെയിൻറ്റൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡ്സ് അപ്ലൈ ചെയ്യാം. അതായത് സാബ് ഗ്രീൻ കളറും യെല്ലോ ഓക്കർ കളറും ലെമൺ യെല്ലോ കളറും വൈറ്റ് കളറും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് റൈറ്റ് ഏരിയയിൽ കുറച്ച് ഡാർക്ക് കളേഴ്സ് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് പ്രഷ്യൻ ബ്ലൂ കളറും ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇലകൾക്കിടയിലുള്ള ആ ഒരു ഡെപ്ത് തോന്നിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിലിംഗ് ചെയ്യേണ്ടത് വെള്ളത്തിൻ്റെ ഏരിയ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൈറ്റാനിയം വൈറ്റ് പെയിൻ്റാണ് അപ്ലൈ ചെയ്യുന്നത്. വാട്ടർഫോളിനിടയിലൂടെ പാറക്കെട്ടുകൾ കൂടി കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലൂ കളറും ബേൺ അംബർ കളറും ബെൻസിന കളറും കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റ് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും വാട്ടർ എങ്ങനെയാണ് ഡീറ്റെയിലിംഗ് ചെയ്യേണ്ടതെന്നും നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വാട്ടർ ബോഡിയുടെ ബോട്ടർ പോർഷൻ ഡീറ്റെയിലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വെരിഡിയൻ കളറും കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. വെരിഡിയൻ കളർ എന്ന് വെച്ചാൽ ബ്ലൂ കളറും ഗ്രീൻ കളറും കൂടിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കളറിൻ്റെ ഷെയ്ഡാണ്. മോണ്ടുമാർട്ട് അക്രിലിക് പെയിൻറ്റ് ട്യൂബിൽ വെരിഡിയൻ കളേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെരിഡിയൻ കളർ ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലൂ കളറും ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്താൽ മതിയാകും. അതിൻ്റെ കൂടെ നമുക്ക് പ്രഷ്യൻ ബ്ലൂവിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടി കൂട്ടി അപ്ലൈ ചെയ്ത് പെയിൻറ്റ് ബ്ലെൻഡ് ചെയ്ത് ചേർക്കാം.
പാറക്കെട്ട് ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രൗൺ കളറും ബ്ലൂ കളറും വൈറ്റ് കളറും അതിൻ്റെ കൂടെ വളരെ ചെറിയ എമൗണ്ടിൽ യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പെയിൻറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്കൊരിക്കലും പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കില്ല. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പം അക്രിലിക് പെയിൻറ്റിങ് ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും ഇത് ട്രൈ ചെയ്യുക തന്നെ വേണം. ഇവിടെ വാട്ടർഫോളിൻ്റെ ഇടയ്ക്കും ഞാൻ ബ്രൗൺ കളറും ബ്ലൂ കളറും വൈറ്റ് കളറും കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ആ ഒരു പാറക്കെട്ടിനിടയിൽ കൂടി വെള്ളം വീടുന്ന ആ ഒരു ഇഫക്റ്റ് വരുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പെയിൻറ്റിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. എങ്കിലും ഞാൻ മാക്സിമം എല്ലാം പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയം ഇതിനെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ VR ആർട്ട് ഹാർമണി എന്നൊരു പേജുണ്ട്. അതിൽ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് തന്നെ നിങ്ങൾ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ പെയിൻറ്റിങ്ങിൻ്റെ പാർട്ട് 2 ഡീറ്റെയിലിംഗ് പോർഷൻ നമ്മൾ ഏതാണ്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് വർക്ക് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം അതും കൂടി കഴിയുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കാതിരിക്കുക. അതുപോലെ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.